നേതാക്കൾ പറഞ്ഞുവിട്ടവരാണ് മന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതെന്ന മന്ത്രി എം പി രാജേഷ്. മന്ത്രിയെ അപായപ്പെടുത്താനുള്ള നീക്കമാണ് നടന്നത്. കോൺഗ്രസ് KSU അക്രമം ഞെട്ടിപ്പിക്കുന്നതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു വനിതാ മന്ത്രി ഇങ്ങനെ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോ ഗുരുതരമായി പരിക്കേറ്റ് അവർ ആശുപത്രിയിൽ കഴിയുകയാണ്. ഏതാനും ദിവസം മുമ്പാണ് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കടന്നു കയറി ഇതേ കോൺഗ്രസ് അക്രമി സംഘം റീത്ത് വെച്ചത്. അന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു ഇനിയും ഞങ്ങൾ റീത്ത് വെക്കും എന്ന്. ഇപ്പൊ മന്ത്രിയെ തന്നെ അപായപ്പെടുത്താനുള്ള നീക്കമായിട്ട് ഇതിനെ കാണാനാവും. ഇതിനെ മുഴുവൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ന്യായീകരിക്കുന്നു എന്നുള്ളത് അത് അങ്ങേയറ്റം ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ ആരുടെ പ്രേരണയിലാണ് ഈ അക്രമം നടത്തിയത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അല്ലെങ്കിൽ തള്ളിപ്പറയാൻ കഴിയണ്ടേ? തള്ളിപ്പറയാൻ കഴിയാത്തത് ഇവര് പറഞ്ഞു വിട്ടവരാണ് ഈ അക്രമികൾ എന്നതുകൊണ്ടാണ്. ഇതെന്ത് സന്ദേശമാണ് കേരളത്തിൽ നൽകുന്നത്? ഇങ്ങനെയാണോ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത്? കേരളത്തിലെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഒരു വനിതാ മന്ത്രിയെ ആക്രമിക്കുന്നത്. മന്ത്രിയുടെ വീടിന് മുന്നിൽ ദിവസങ്ങൾക്ക് മുമ്പ് റീത്ത് വെച്ചു. വീണ്ടും മന്ത്രിയുടെ വീടിന് മുന്നിൽ റീത്ത് വെക്കുമെന്ന് അന്ന് കോൺഗ്രസ് സംഘടനകൾ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും മന്ത്രിക്കെതിരായ ആക്രമണത്തെ ന്യായീകരിക്കുന്നു. ആരുടെ പ്രേരണയിലാണ് ഇത്തരം ആക്രമണങ്ങൾ നടന്നതെന്ന് വ്യക്തമാക്കുന്നു. മന്ത്രിയെ ആക്രമിച്ചവരെ തള്ളിപ്പറയാൻ കഴിയാത്തത് നേതാക്കൾ പറഞ്ഞുവിട്ടവരാണ് ആക്രമികൾ എന്നതുകൊണ്ടാണെന്ന് മന്ത്രി പറഞ്ഞു. പൊതുപരിപാടിയിൽ പ്രതിഷേധിച്ച ശേഷം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു. എന്ത് ധിക്കാരവും തോന്നിയവാസവും കേരളത്തിൽ ചെയ്യാമെന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തി. പരാജയഭീതി കോൺഗ്രസിനെ ഭ്രാന്ത് പിടിപ്പിച്ച നിലയിലേക്ക് എത്തിച്ചു. മന്ത്രിക്കെതിരായി ആക്രമണത്തിനെതിരെ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് മന്ത്രി പറഞ്ഞു. അവർ പങ്കെടുത്ത പൊതുപരിപാടിയിൽ പ്രതിഷേധമുണ്ടായി. അതിനുശേഷം പിന്തുടർന്നു വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ധിക്കാരവും തോന്നിവാസവും നടത്താം എന്ന് കരുതുന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ വീണ്ടും പരാജയപ്പെടുമെന്ന തിരിച്ചറിവ് അവരെ ഭ്രാന്ത് പിടിച്ച നിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതിനെതിരെ കേരളം ഒറ്റക്കെട്ടായി അണിനിരക്കണം. കേരളത്തിന്റെ സമൂഹ മനസാക്ഷി ഈ അക്രമികൾക്കെതിരെ, റീത്തുമായി നടക്കുന്ന ഈ അക്രമികൾക്കെതിരായിട്ട് ഉയർന്നു വരണം. UTV ന്യൂസ്, പാലക്കാട്.